ഇന്ന് കഥയല്ല, ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ ശരിക്കും ദൈവഹിതം അന്വേഷിക്കുകയാണോ, അതോ നമ്മുടെ തീരുമാനങ്ങൾക്ക് ദൈവത്തിന്റെ ഒപ്പ് തേടുകയാണോ? ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കും. ഒരുപാട് കാര്യങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവേ, ഇത് നടന്നാൽ മതി, ഈ വാതിൽ തുറന്നാൽ മതി. അന്ന് എനിക്ക് തോന്നിയത് അതാണ് ഏറ്റവും നല്ലതെന്നാണ്. പക്ഷേ ഇന്ന് പിന്നോട്ട് നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവം എൻ്റെ എല്ലാ പ്രാർത്ഥനകൾക്കും അന്ന് അതേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്നായിരിക്കുന്ന സ്ഥലത്ത് എത്തുമായിരുന്നില്ല. ചില വാതിലുകൾ ദൈവം അടച്ചു, ചില കാര്യങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞു, ചില അവസരങ്ങൾ കാത്തിരിക്കൂ എന്നും പറഞ്ഞു. അന്നത് വേദനിപ്പിച്ചു. പക്ഷെ പിന്നീട് മനസ്സിലായി ദൈവം എന്നെ നയിക്കുകയായിരുന്നു എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെയോ നമുക്കുള്ളവരുടെയോ വിവാഹത്തിന്റെ കാര്യമാകട്ടെ, പഠനത്തിന്റെ കാര്യമാകട്ടെ, ജോലിയുടെ കാര്യമാകട്ടെ, ശുശ്രൂഷയുടെ കാര്യമാകട്ടെ, നമ്മൾ പലപ്പോഴും പറയും ദൈവഹിതം പോലെ നടക്കട്ടെ എന്ന്. പക്ഷെ സത്യത്തിൽ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം നേരത്തെ തന്നെ ഉണ്ടാവും. ഒരു വ്യക്തി, ഒരു ജോലി, ഒരു അവസരം, ഒരു തീരുമാനം, അത് തന്നെയാണ് നടക്കേണ്ടതെന്ന് നാം ആഗ്രഹിക്കാറുണ്ട്, അല്ലേ? പിന്നീട് ദൈവത്തോട് പറയുന്നത് എന്താണ്? കർത്താവേ, അങ്ങയുടെ ഹിതം നടക്കട്ടെ. പക്ഷെ അത് ദൈവഹിതം അന്വേഷിക്കുന്നതല്ല, നമ്മുടെ ഹിതത്തിന് ദൈവത്തിന്റെ ഒപ്പ് തേടുന്നതാണ്. കാരണം നമ്മുടെ ആഗ്രഹം പോലെ നടക്കാത്തപ്പോൾ നമുക്ക് വിഷമമാകുന്നു, നിരാശയാകുന്നു, ചിലപ്പോൾ ദൈവത്തോട് പരാതി പോലും തോന്നുന്നു. എന്നാൽ യെശയ്യാവ് 55:9 പറയുന്നത്, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നുവെന്ന്. എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഞാൻ കണ്ട ഒരു സത്യമുണ്ട്. ഞാൻ ദൈവഹിതത്തിനായി എന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ ചിലപ്പോൾ അത് എളുപ്പമായ വഴിയായിരുന്നില്ല, ചിലപ്പോൾ കണ്ണുനീരിന്റെ വഴിയായിരുന്നു. പക്ഷെ അതിന്റെ ഫലം എപ്പോഴും ഏറ്റവും ഉത്തമമായിരുന്നു. ഇന്ന് ഞാൻ നന്ദി പറയുന്നത് ദൈവം തുറന്ന വാതിലുകൾക്കും വേണ്ടി മാത്രമല്ല, അവിടുന്ന് അടച്ച വാതിലുകൾക്കും കൂടിയാണ്. കാരണം പലപ്പോഴും ദൈവത്തിന്റെ ഇല്ല ആണ് നമ്മെ സംരക്ഷിച്ച ഏറ്റവും വലിയ അതെ.